ആ കൂട്ടത്തിൽ മടവൂര് ശൈഖുന വന്നപ്പോഴും ഈ രണ്ട് സമൂഹത്തെ കാണുകയാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അവരംഗീകരിക്കാൻ ഭാഗ്യം കിട്ടിയവർ അതിലധികവും സാധാരണക്കാരാണ്, നാടന്മാരായ ആളുകൾ. അവരാണ് ഔലിയാക്കന്മാരെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാകുക. ശൈഖുന വന്നപ്പോൾ അവരുടെ കൂടെയും അധികം ഉണ്ടായിരുന്നത് സാധാരണക്കാരായ ആളുകളായിരുന്നു. ആലിമീങ്ങൾ വളരെ കുറവ്. എടുത്തു പറയാൻ പറ്റിയ ഉന്നതരായ ആലിമീങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരിൽ പ്രധാനിയാണ് മഹാനരായ ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് അവറുകൾ. അള്ളാഹു അവരുടെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തർക്കം വന്നപ്പോൾ, തർക്കം എപ്പോൾ ഓലെടുത്തുനിന്നുള്ള വരിക, സാധാരണക്കാർക്ക് തർക്കമൊന്നുണ്ടായിട്ടില്ല. അങ്ങനെ ചില സംസാരങ്ങൾ വന്നപ്പോൾ വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത കെല്ലൂരിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തുമൊക്കെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി മടവൂർ ശൈഖുന വലിയാണെന്നും അവർ വലിയല്ലെങ്കിൽ പിന്നാരടാ വലിയ എന്നും വലിയ വലിയ ഗ്രന്ഥങ്ങൾ എടുത്തുവച്ച് ലോകർക്ക്, പ്രത്യേകിച്ച് പണ്ഡിതർക്ക് സമർത്ഥിച്ചു കൊടുത്ത മഹാപ്രതിഭയാണ് മഹാനരായ ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് അവറുകൾ. അപ്പം അതുപോലെയുള്ള പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ഇ.കെ. ഉസ്താദിൻ്റെ വീട്ടിൽ ഒരുപാട് മാസങ്ങളോളം ശൈഖുന തങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയുണ്ട്. അതേ സമയത്ത് ശൈഖുനയെ വില കുറച്ച് കണ്ട് ശൈഖുന ഉള്ള കാലത്ത് തന്നെ ശൈഖുനയെ വിമർശിച്ച പണ്ഡിതന്മാരെന്ന് പേര് പറയുന്ന പലരും ഉണ്ട്. പലരും ഏതൊരു വലിയ വരുമ്പോഴും അവരെ എതിർക്കുന്നതിലധികവും പണ്ഡിതന്മാരായിരിക്കും. പേരിന് പണ്ഡിതനൊന്നും ആവില്ല. അതുകൊണ്ടാണ് അബൂ യസീദ് തങ്ങൾ പറഞ്ഞത്, ഇമാം മഹ്ദി ഇവിടെ വരുമ്പോഴും മഹ്ദി ഇമാമിന് ശത്രുക്കൾ ഉണ്ടാവൂല ഇല്ലൽ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരല്ലാതെ. ഫൈദുൽ ഖദീറിൽ ഹാഫിദുൽ മുനാവി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അന്ന് എതിർക്കാൻ കഴിയില്ല, മഹ്ദി ഇമാമിൻ്റെ കയ്യിലായിരിക്കും ഭരണം. അതുകൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കും, പുറത്ത് ഉള്ളിൽ എതിരുണ്ടാകും മൊയ്ലിയാമാർക്ക്. അപ്പൊ ഏത് കാലത്ത് എതിർപ്പ് അവരിൽ നിന്നുണ്ടാകുക? ആ എതിർപ്പ് ഇവിടെ ജീവിതകാലത്ത് തന്നെ പലർക്കും ഉണ്ടായി എന്ന് മാത്രമല്ല, അവരെ മരണസമയത്ത് അത് കാണുകയും ചെയ്തിട്ടുണ്ട്. കുറ്റിപ്പുറം ഭാഗത്തുള്ള വലിയ ഒരു ഫഖീഹ് വളരെ നിശിതമായി ശൈഖുനയെ എതിർത്തിരുന്നു. ഒടുവിൽ അയാളുടെ മരണസമയത്ത് മണിക്കൂറുകളോളം മരണം വന്ന സന്ദർഭങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായി എല്ലാവർക്കും കാണാൻ പറ്റിയ രൂപത്തിൽ തന്നെ അനുഭവപ്പെട്ട സംഭവം നേരെ സാക്ഷിയായവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു തൗഫീഖാണ്. ഇ.കെ. ഉസ്താദിന്റെ ഭാഗ്യം അതാണ്. വഹാബികൾ എതിർക്കുന്നത് വിട്, അവരതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവരെ വിടാം. ജമാഅത്തെ ഇസ്ലാമിയെ വിട്. എന്നാൽ ഇവരെങ്ങനെ ഇക്വാലത്തിലായി? അത് നമ്മൾ ശ്രദ്ധിക്കണം. മശായിഖന്മാർക്കെതിരെ സുന്നി എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ വിമർശിക്കുമ്പോൾ അവിടെ നമ്മൾ ജാഗ്രത പുലർത്തണം. അവരുടെ സംസാരങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ നശിച്ചു പോകും. നോക്കൂ നിങ്ങൾ, മഹാനരായ ശൈഖുനയെ കുറിച്ച് ഇത്രയൊക്കെ മഹത്വം ഇനി എത്ര പറഞ്ഞാലും തീരൂല. വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞത് കേട്ടില്ലേ? എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതുപോലെയുള്ളൊരു വ്യാജ പണ്ഡിതൻ അയാൾ ശൈഖുനയെ കുറിച്ച് പറഞ്ഞത് സാക്ഷിക്ക് പോലും പറ്റാത്ത ആൾ എന്നാണ്. ശ്രദ്ധിക്കണം. അവരെ ശൈഖുനയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ സംഗതി ഇതാണ് എന്നെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ശൈഖുനയെ കുറിച്ച് അന്ന് പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാൾ കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത്. അതിന്റെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം, മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമതലഞ്ചിട്ട് പിന്നെ ആദ്യം പറഞ്ഞതിനെ വിടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും
ഒരു ഷെയ്ഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂല എന്നാ. പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കൽ ഷെയ്ഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ഷെയ്ഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ഷെയ്ഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് ഇവിടെ ഉണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്. പുതിയത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ അവരെ ഉന്നതമായ അവസ്ഥക്ക് പറ്റാത്ത വാക്കുകൾ പറഞ്ഞവരെ നിന്ദിച്ചാൽ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഖുദ്സിയായ ഹദീസിൽ സ്ഥിരപ്പെട്ട വലിയൊരു സത്യമാണത്. എന്താണ് അതിൽ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത അവന്റെ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരിൽ ഒരാളോട് ശത്രുത വച്ചാൽ, അവരെ നിന്ദിച്ചാൽ, തീർച്ചയായും അള്ളാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ എങ്ങനെ നന്നാവും? ആ പറഞ്ഞതിന്റെ അർത്ഥം മരണനേരത്ത് ഈമാനില്ലാതെ ചത്തുപോകുമെന്നാണ്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഇതിലെന്താ ചോദിച്ചത്? മടവൂർ മുറബിയായ ശൈഖാണെന്ന് ആരാ പറഞ്ഞത്? അല്ലേ, മടവൂർ ശൈഖുന ശൈഖാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഖുതുബുൽ ആലമാണെന്നോ ആരാ പറഞ്ഞത്? ഇതൊക്കെയല്ലേ ചോദിച്ചത്. അവരാർക്കെങ്കിലും ഇവിടെ ത്വരീഖത്ത് കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും അവർ മുരീദായി ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണ് അന്ന് ചോദിച്ചത്. മഹാനരായ വൈലത്തൂർ തങ്ങൾ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, കറാമത്തുകൾ ഒരൊഴുക്കെന്ന പോലെ. കറാമത്ത് പറയാൻ പറ്റിയ കാലമാണ്, അതുകൊണ്ട് എഴുതിയതാവും. തങ്ങൾ ഇന്നുണ്ടെങ്കിൽ തങ്ങളൊന്നും എഴുതും. ഇപ്പൊ പിന്നെ കറാമത്തിനെ പല പാർട്ടും ആക്കിയിട്ടുണ്ട്. ഹിദായത്തിന് കാരണമാകുന്ന കറാമത്ത്, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കറാമത്ത്, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കറാമത്ത്, ഉൾക്കൊള്ളാൻ പറ്റാത്ത, അങ്ങനെ പല പാർട്ടുകളാക്കിയിട്ടുണ്ട്. വൈലത്തൂർ തങ്ങൾ ധൈര്യമായി എഴുതിയ ബുക്കായത്. കറാമത്തുകൾ ഒരൊഴുക്കെന്ന പോലെ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ തങ്ങൾ പറയുന്നുണ്ട്, വിനീതനായ ഞാൻ അവിടുത്തെ ഒരു എളിയ സേവകനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷങ്ങളുണ്ട്. കണ്ടോ? എന്നിട്ട് എന്താ പറഞ്ഞ്? അവിടുന്ന് എന്നെ മുരീദായി സ്വീകരിച്ചു, എന്നെ തർബിയത്ത് ചെയ്തു, അൽഹംദുലില്ലാഹ്. തിരിയുന്നവർക്കല്ലേ തിരിയൂ ഇത്. ഈ പൊന്മള മൗലവിക്കൊക്കെ എന്തറിയാം? ഏതെങ്കിലും ഒരു വലിയന്റെ സുഹബത്ത് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ സുഹബത്ത് അനുഭവിച്ചിട്ടുണ്ടോ പിശാചിന്റെ അല്ലാതെ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. മുറബിയായ ശൈഖാരാണെന്നാ പറഞ്ഞ്. ശൈഖുന തെർബിയത്തിന്റെ ശൈഖ് പോയിട്ട് തബറുക്കിന്റെ ശൈഖ് പോലും ആവാൻ പറ്റൂല. തബറുക്കാർ നമ്മൾ പോയി ബറക്കത്തെടുക്കുക. തെർബിയത്ത് എന്ന ആളുകളെ ഇർഷാദ് ചെയ്ത് അവരെ തെർബിയത്ത് ചെയ്യുന്ന അതൊന്നും, അതുപോട്ടെ, തെർബിയത്തിന്റെ പോയിട്ട് തബറുക്കിന്റെ വരെയാകാൻ പറ്റൂല എന്നാണ്. താടി പഠിച്ചു എന്നാ കാരണം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇവരുടെ കേവലം നിയമങ്ങൾ കൊണ്ട് അള്ളാഹു ആദരിച്ച മഹത്തുക്കളെ ആദരിക്കുന്നു, അവരെ സാക്ഷിക്ക് വരെ പറ്റില്ലെന്ന പ്രസ്താവനകൾ നടത്തുന്നു. വൈലത്തൂർ തങ്ങൾ പാപ്പയുടെ കൂടെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഈ റോട്ടിൽ തങ്ങൾ എന്ന് വെച്ച ആ ബോർഡിൽ പലപ്പോഴും ഞങ്ങൾ അവിടെ എത്താറുണ്ട്. അവരെ വീട്ടിലും ഞങ്ങൾ പോകാറുണ്ട്. അവരെപ്പോൾ സംസാരിക്കുമ്പോഴും ഖുതുബുൽ ആലം, ആലമിന്റെ ഖുതുബാണ് എന്ന് പറയാത്ത ഒരു സംസാരവും അവരുടെ സംസാരത്തിൽ ഉണ്ടായിട്ടില്ല. അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ വ്യാജ ഫുഖഹാഇന്റെ ചോദ്യം. അവർ മുറബിയായ ശൈഖാണെന്ന് ആരാ പറഞ്ഞത്? മുറബിയായ ശൈഖിന്റെ ഒക്കെ മുകളിലാണ് ഖുതുബുൽ ആലം എന്ന പദവി. ഖുതുബുൽ ആലമാണ് എന്ന് എല്ലാ പ്രസംഗത്തിന്റെ ആദ്യം മുതൽ തന്നെ വൈലത്തൂർ തങ്ങളെ പോലെയുള്ളവർ പറയുന്നതാണ്. എന്നിട്ട് തങ്ങളെ ഉറൂസ് നടത്തുന്നത്ര ഇവർ.
തങ്ങൾ പറയുന്ന ആശയത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. തങ്ങളവറുകൾ ഒരു പ്രഭാഷണം തുടങ്ങുന്ന ഒരു ഭാഗം കേട്ടു നോക്ക്, അവിടെ ശൈഖുനയെ പരിചയപ്പെടുത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധൃതി പിടിച്ച പല പരിപാടിയിലും ഇതുവരെയുള്ള സമയത്തുന്നത് വരെ പരിപാടി തന്നെ ആയിരുന്നു. ഏതായാലും മഹാനായ അല്ലാമ വലിയുല്ലാഹി ഖുതുബുൽ ആലം മുഹമ്മദ് അബൂബക്കർ മശൂർ ബിസിയമിൽ മടവൂരി മഹാനവറുകളുടെ ആത്മീക ചൈതന്യത്തിൻ്റെ അപ്പൊ ശൈഖുനയെ കുറിച്ച് പറഞ്ഞു കണ്ടില്ലേ നിങ്ങൾ? പേര് പറയുമ്പോ തന്നെ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാ തുടക്കം. കാരണം ഖുതുബുൽ ആലമാണെന്ന് അവരെ സ്ഥാനങ്ങൾ അവരെന്നല്ലേ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇപ്പൊ ഹബീബായ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബാണ്. ആരാ പറഞ്ഞെന്ന്? റസൂല് പറഞ്ഞു തരണം. അതാണ് അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അള്ളാന്റെ ഹബീബാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഗൗസുൽ ആലമാണ്, എന്നെ അള്ളാഹു ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ടുണ്ട്. അന വലിയുൻ, അന സ്വാലിഹുൻ, അന ഇമാമുൻ. അവരോട് പറയാൻ പറഞ്ഞിട്ട് അവർ പറയുന്നത്, പൊങ്ങച്ചം പറയല്ലത്. അന അവ്വലു ശാഫിഅ, ഞാൻ ആദ്യം ശുപാർശ ചെയ്യുന്ന ആളാ. അവ്വലു മുശഫഅ, ആദ്യം ശുപാർശ ചെയ്യപ്പെടുന്ന നേതാവും ഞാൻ തന്നെയാണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടനം ഞാനാണ്. ഇത് പറയേണ്ടത് അവര് തന്നെയല്ലേ? അവർക്കല്ലാതെ അവരെ അറിയുമോ? അവരെ പോലെയുള്ളവർക്കുമല്ലാതെ. അതാണ് ശൈഖുന തന്നെ പറഞ്ഞു, അന ഖുതുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം. അപ്പൊ ശൈഖുന ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് നേരത്തെ സാക്ഷിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പൊന്മളക്കാരൻ മൗലവിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞെന്താ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അന ഖുതുബുൽ ആലം, ഞാൻ ഖുതുബുൽ ആലമാണ് എന്ന് പറഞ്ഞ സമയത്ത് മൂപ്പർക്ക് ജദുബാകും. ജദുബ് എന്ന് പോലെ അർത്ഥം വെക്കുന്നത് എന്താ? മാനസിക നില തെറ്റിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല എന്ന് ശൈഖുന പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതും മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇത്രയും പരിഹസിക്കുന്ന ഒരു വിഭാഗം, ഒരുപക്ഷെ കേരളത്തിലെ വഹാബികൾ പോലും ഇത്രയൊന്നും പറഞ്ഞു കാണില്ല. ഒരു തലപ്പാവ് വെച്ചിട്ടാണിത് പറയുന്നത് എന്നത് ഏറെ ഖേദകരം തന്നെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. അങ്ങനത്തെ വിലായത്തിന് മർത്തോക്കാൻ നമുക്ക് എതിരൊന്നുമില്ല. CM വലിയുല്ലാഹിയെ കുറിച്ച് അവര് ഖുതുബുൽ ആലമാണെന്ന് അവര് തന്നെ